നമസ്കാരം. കൂളിംഗ് ഗ്ലാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മുരളിയും ഗീതയും തലസ്ഥാനം വിജയകുമാറും കൃഷ്ണൻകുട്ടി നായരും അടക്കം മലയാളത്തിലെ പ്രഗത്ഭ താരങ്ങൾ അഭിനയിച്ച ഒരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിയുക. സംവിധായകനോ മോഹൻലാലിൻ്റെ ബാലേട്ടനും മമ്മൂട്ടിയുടെ പല്ലാവൂർ ദേവനാരായണൻ അടക്കം നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ ശ്രീ VM വിനു. എങ്ങനെ അങ്ങനെ ഒരു ചിത്രത്തിൻ്റെ ഭാഗമായി അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വരുന്നത്. ഞങ്ങളിലെ പൊതുപ്രവർത്തകരുടെ താവളമായിരുന്നു അന്ന് സുന്ദരം മെഡിക്കൽസിൻ്റെ പുറകിലുള്ള സുബ്രഹ്മണ്യൻ മാഷിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കം STD ബൂത്ത്. നിരവധി ആളുകൾ രാവിലെ അപേക്ഷ എഴുതാനോ പോലീസ് കേസുമായോ വില്ലേജ് ഓഫീസിൽ പോകേണ്ട കാര്യമായിട്ടൊക്കെ അവിടെയാണ് വന്നു ചേരുക. ഞങ്ങൾ അന്വേഷിച്ചാൽ കിട്ടുന്നൊരു അഡ്രസ്സായി ആ താവളം മാറി. അതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, കാണാൻ വരുന്ന ആളുകൾക്ക് അപേക്ഷ എഴുതാനുള്ള പേപ്പർ അവിടെ നിന്ന് തന്നെ വാങ്ങും. തിരുവനന്തപുരത്തേക്ക് മറ്റ് അപേക്ഷ അയക്കേണ്ട വല്ല കാര്യമാണെങ്കിൽ കവറും അവിടെ നിന്ന് വാങ്ങുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ടെങ്കിൽ അവിടെ തന്നെ എടുക്കാം. മാത്രമല്ല, ഏതെങ്കിലും നേതാക്കളെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ പാലക്കാട്ടോ അല്ലെങ്കിൽ നമ്മൾ ഷൊർണൂരിൽ തന്നെ മറ്റ് വ്യക്തികളെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനൊക്കെ വിളിക്കണമെങ്കിൽ ഇവിടുത്തെ STD ബൂത്ത് ഉപയോഗിക്കാം. അന്ന് STD ബൂത്താണ് നമ്മുടെ ശരണം. ഇതോടൊപ്പം തന്നെ ഞങ്ങളെ അന്വേഷിക്കുന്ന ആർക്കും ഞങ്ങൾ കൊടുക്കുന്ന ഫോൺ നമ്പർ ഈ STD ബൂത്തിൻ്റെയാണ്. ഈ നമ്പറിൽ വിളിച്ചാൽ ഞങ്ങൾ അവിടെ ഉണ്ടോ എന്നറിയാൻ കഴിയുന്ന രീതിയിൽ ഞങ്ങളുടെ ഒരു വീട് പോലെയായി ഈ സ്ഥാപനം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു പരസ്പര പൂരകമായി സുബ്രഹ്മണ്യൻ മാഷും ഞങ്ങളും പ്രവർത്തിച്ചു. ഞങ്ങളെക്കൊണ്ട് മാഷ്ക്കും ഗുണമുണ്ട്. മാഷെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ പറയും. മാഷ് അങ്ങനെ ഒരു പ്രത്യേക നയമാണ്. ഒരു ബ്രദേഴ്സിനെ പോലെയായി ഞങ്ങൾ. അവിടെ തന്നെ ഒരു സുശീല ടീച്ചർ എന്നാണ് ഞങ്ങൾ വിളിക്കുക. അവർ ഞങ്ങളുടെ ഒരു കുടുംബാംഗം പോലെ ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും അവിടെ ചെയ്തു തരും. ഞങ്ങളോട് വലിയ കാര്യം. അപ്പോൾ ഈ ഒരു സ്നേഹം ഞങ്ങൾക്ക് ആ സ്ഥാപനത്തോടുള്ള അടുപ്പം വല്ലാത്തതായി. ഈ ഇടപഴകലിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തോടുള്ളൊരു കടപ്പാട് നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ സിനിമാ പ്രവേശമെന്ന് പറയാനാണ് ഈ എപ്പിസോഡ് ഞാൻ തുടരുന്നത്. എൻ്റെ അച്ഛൻ KSEB ജീവനക്കാരനായതുകൊണ്ടും സതീശൻ്റെ അച്ഛനും ഏട്ടനൊക്കെ ഒരു ബിസിനസ് മേഖല ഉള്ളതുകൊണ്ടും വീട്ടിൽ ഞങ്ങൾക്കാർക്കും ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാത്തത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു കാരണമായി എന്ന് പറയാം. പക്ഷേ ഉച്ചയായാലൊരു വേവലാതിയാണ്. ഒരു വരുമാനവുമില്ല. ഇങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയപരമായി രക്ഷപ്പെടുമെന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ട് ജനങ്ങളെ സേവിച്ച് നടക്കുന്നൊരു കാലമാണല്ലോ. അപ്പോൾ ഉച്ചയായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ പോകാൻ സ്വാഭാവികമായൊരു മടി വരും. ഒരു വരുമാനമില്ലാത്ത ഉച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും നക്കാനായിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന രണ്ട് ജന്മങ്ങളായി ഞങ്ങൾ മാറുന്നല്ലോ എന്നുള്ള വിഷമം കൊണ്ട് പലപ്പോഴും ഈ സുന്ദരം മെഡിക്കൽസിൽ തന്നെ തന്ത്രപരമായി ഉച്ചയ്ക്ക് അവിടെ ഇരുന്ന് സമയം കളയുകയാണ് പതിവ്. സതീശനൊരിക്കൽ അൾസറിൻ്റെ ചെറിയ ഉപദ്രവം വരെ തുടങ്ങിയത് ഈ പട്ടിണി കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.